ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും ഇക്കും ഹെസബേബിയും വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മൊബൈലിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ മൊബൈലിൽ നിന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു മാംഗോ പിക്കിൾ ഐസ്ക്രീം കിട്ടുന്നൊരു ഷോപ്പാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നമ്മൾ മെയിനായിട്ട് അതിന് വേണ്ടിയാണ് പോയത്. പിന്നെ മറ്റ് ഐറ്റംസൊക്കെ നമ്മൾ വെറുതെ ഓർഡർ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. എനിക്ക് ഒരു ബബിൾസിൻ്റെ ജ്യൂസ് ഓക്കെ ആയിരുന്നു, പക്ഷേ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബബിൾസ് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ആ ഒരു ബബിൾസ് നമ്മുടെ വായിൽ കിടക്കുമ്പോൾ അതിങ്ങനെ പോപ്പ് ചെയ്യുന്ന ടൈപ്പാണ് ആ ഒരു ബബിൾസ് ഉണ്ടാവേണ്ടത് ആക്ച്വലി. പക്ഷേ ഈ ഒരു ബബിൾസ് അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ഈ ഒരു മാംഗോ ഫലൂദ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മാംഗോ ആൻഡ് ടെൻഡർ കോക്കനട്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫലൂദയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ജെനുവിൻലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇക്കുനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെസബേബിക്ക് പിന്നെ മധുരമുള്ള ഐറ്റംസ് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു മാംഗോ പിക്കിൾ ഐസ്ക്രീം എന്ന് പറയുന്നത്. എൻ്റെ വായിൽ അച്ചാറെന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നല്ല പുളിയൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു അത്. ശരിക്കും ഒരു മാങ്ങ നമ്മൾ ഐസാക്കി കഴിച്ചാൽ, മാങ്ങ ഉപ്പിലിട്ടത് ഐസാക്കി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേ ഫീൽ തന്നെ ഉണ്ടായിരുന്നു. ലിറ്ററലി അതിൻ്റെ മാംഗോ ബൈറ്റ്സൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല പുളിച്ചിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹെസബേബിക്ക് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളുടെ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിനു മുന്നേ നിങ്ങളിതുപോലെ അച്ചാറിട്ട ഐസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോയുടെ താഴെ കമൻറ്റ്